അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണതേ കല്യാണ വീട്ടിൽ ഉണ്ടാക്കണ ഗുലാം ജാമാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ എടുത്തിരിക്കുന്നത് ആച്ചിയുടെ റോയൽ ഗുലാം ജാം ആ പാക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമ്മളേ ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഗുലാം ജാം പീസായിട്ട് മേടിക്കുമ്പോൾ ഇത് 9 രൂപ 10 രൂപ റേറ്റാണ് ഒരു ബോളിന് വരുന്നത്. പക്ഷേ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കും ഇതൊരു സ്വയം തൊഴിൽ പോലെ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ജോലിയില്ല, തൊഴിലില്ലായ്മ, അത് ഇത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പണിയെടുക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയും പണിയുണ്ട് കേട്ടോ. സ്വന്തം സംരംഭരമാകും എല്ലാവരും. അപ്പോൾ ഞാൻ ഈ പൊടി വെച്ചിട്ട് ഗുലാം ജാം ഉണ്ടാക്കുന്നത് കറക്റ്റ് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ സെയിം ഗുലാം ജാമായിട്ടാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്യുക. നിങ്ങളും ഒരു സ്വയം തൊഴിൽ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ എന്നുള്ളൊരു പറഞ്ഞ സംഭവം ഇല്ലാണ്ടാവും. അപ്പോൾ 2 പാക്കറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു പാക്കറ്റ് എടുത്തിട്ട് ചെയ്യാം. പാക്കറ്റ് ഇട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നാരങ്ങ നീര്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മൈദ ഇടാം. ഈ മൈദ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു പിടുത്തത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളിത് പഞ്ചസാര ലായനിയിൽ ഇടുമ്പോൾ ഇത് കുതിർന്നു പോകാൻ സാധ്യതയുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ കൂടുതൽ നേരം കിടക്കുമ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ട് എടുക്കുമ്പോഴൊക്കെ ഇത് കുതിരും. അപ്പോൾ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് മൈദ ഒഴിക്കും. ഇനി നമുക്കിത് കുറച്ച് ഒരു പൊന്തൽ വരാൻ വേണ്ടിയിട്ടേ കുറച്ച് അപ്പസോർട്ട് കൊടുക്കുക. ഇനി എല്ലാം പാടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ പൊറോട്ടയ്ക്ക് കൊഴിക്കണ പോലെ വല്ലാണ്ട് ഇതിൽ ബലം കൊടുത്തിട്ട് കുഴക്കാൻ പാടില്ല കേട്ടോ. വെള്ളം കൂടാനും പാടില്ല. അപ്പോൾ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് കുഴയ്ക്കുമ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കുക, വല്ലാണ്ട് ഇതുമ്പോൾ ബലം പിടിച്ച് കുഴക്കാൻ പാടില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. എന്താ വെച്ചാൽ വല്ലാണ്ട് ഇതിൽ ബലം പിടിച്ചാലേ ഇതിൻ്റെ മുകൾ ഭാഗം സോഫ്റ്റായി കിട്ടാൻ പരിപ്പാനാവും. വല്ലാണ്ട് ബലം പിടിച്ചാൽ നല്ല പതുക്കെ കുഴച്ചെടുക്കുക. നമ്മൾ ഈ പരുവത്തിൽ ഇത് കുഴച്ചെടുക്കുക. ഇത് നമുക്കൊരു 5 മിനിറ്റ്, കൂടുതൽ നേരമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് ഇത് നമുക്ക് റെസ്റ്റിൽ വെക്കാം. അപ്പോൾ നമ്മുടെ മാവ് നമ്മൾ എന്താ പറയുക ഒന്ന് സോഫ്റ്റ് ആകാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ശർക്കര പാവ് എന്ന് പറഞ്ഞാൽ പഞ്ചസാര പാവ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഗ്യാസിൽ ഒന്ന് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്യാസ് കത്തിയിട്ട് ഒരു ചെമ്പ് വെച്ച് കൊടുക്കുക. ചെമ്പ് വെച്ച് ഇനി അതിലേക്ക് നമ്മൾ 1 ജഗ് വെള്ളം എടുത്ത് ഇത് 1 ജഗ് വെള്ളം ഫുള്ളൊന്നും വേണ്ട കേട്ടോ. നമ്മൾ പാകം കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഒരു 1/2 ജഗ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളം തിളക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 5-6 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കും. ഒരു ഫ്ലേവറിനും ഒരു ടേസ്റ്റിനൊക്കെ പാടെ കുറച്ച് റോസ് വാട്ടർ നമ്മൾ അതിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഈ പാവൊന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ആവണം കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. എല്ലാവരും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുക. നമ്മുടെ ചാനൽ അതിനും കൂടി എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും വരും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മാക്സിമം. നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ. നമ്മളൊക്കെ ഒന്നും എന്താ പറയുക, അത്രയും ഇല്ലായ്മയിൽ നിന്ന് വന്ന ഒരാളാണ് ഞാൻ. ഇന്നിപ്പോൾ നമ്മൾ എല്ലാം ആയിരുന്നില്ല, പക്ഷെ എന്നാലും നമുക്ക് നമ്മുടേതായ രീതിയിൽ ജീവിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ സ്കില്ലുണ്ടായിരുന്നു ഒരു തൊഴിൽ. അപ്പോൾ അതുപോലെ നിങ്ങളും ഓരോ തൊഴിലിൽ ഏർപ്പെടുക. അപ്പോൾ തൊഴിലില്ല പണിയില്ല എന്നുള്ളൊരു ഇതൊന്നും ഉണ്ടാവില്ല.
ഒന്ന് കുറുകിയിട്ട് നമ്മൾ പാവ് റെഡി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര ലായനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവ് എടുത്തിട്ട്, അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മതി. അപ്പോൾ നമ്മുടെ രണ്ട് കയ്യിലും കുറച്ച് ആർക്കേജ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ബോളാക്കി എടുക്കുക. ഈ ബോളാക്കുമ്പോൾ നല്ലോണം ഉരുട്ടിയെടുക്കണം കേട്ടോ. നമ്മൾ അത്യാവശ്യം ഈ വലുപ്പമുള്ള ഒരു ബോളായിട്ട് എടുക്കണം. നമ്മൾ ശരിക്കും വർക്കിനൊക്കെ ചെറിയ ചെറിയ ബോളായിട്ടാണ് എടുക്കുക. നമ്മളിപ്പോൾ പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ തന്നെയല്ലോ. അപ്പോൾ നമ്മൾ ഈ ടൈപ്പിലാണ് ബോൾ എടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു ബോളിന് 9 രൂപ 10 രൂപയാണ് കേട്ടോ റേറ്റ് പറയാം. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് എത്ര രൂപ നിങ്ങൾക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്, എന്തൊക്കെ വരുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ കൂട്ടിയിട്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളൊരു ബിസിനസ് പിടിക്കണത് ഒക്കെ നമ്മൾ നമ്മുടെ അടുത്ത ആരെങ്കിലൊക്കെ നമ്മുടെ അടുത്ത ആരത്തെങ്കിലൊക്കെ കല്യാണങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡെസേർട്ടിൻ്റെ ഭാഗം നമ്മൾ ചെയ്തു തരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എടുക്കുക. ഫസ്റ്റ് നമ്മുടെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ എടുത്താൽ കുഴപ്പമില്ലല്ലോ. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ എങ്ങനെയുണ്ട്, ഇതിൽ വരുമാനം എന്താണ്, ലാഭം എന്താണ്, നഷ്ടം എന്താണെന്നൊക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും നിങ്ങൾക്ക് നഷ്ടമാവില്ല, അതിന് നമ്മൾ കയറട്ടെ. പണിയെടുക്കാൻ ഇറങ്ങി തിരിച്ചാൽ നമ്മൾ തന്നെ പണിയെടുത്താൽ നമുക്ക് ഒരു നഷ്ടവും വരില്ല കേട്ടോ. നമുക്കിത് ബോളുകൾ പിടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബോളുകളൊക്കെ റെഡി ഉണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗുലാബ് ജാമൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അടുപ്പ് കത്തിക്കാം. ഇനി ഒരു ചട്ടി വെച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചട്ടി നല്ല ചൂടായിട്ട്, അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം. മതി. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ട്, അപ്പോൾ നമുക്ക് ഇനി ഓരോ ബോളായിട്ട് ഇട്ട് കൊടുക്കാം. ഇളക്കാൻ പാടില്ല കേട്ടോ, പതുക്കെ ഇളക്കി കൊടുക്കണം. എന്താ അറിയോ, ആ മാവ് സോഫ്റ്റ് അല്ലേ, നമ്മൾ ഇങ്ങനെ വല്ലാണ്ട് ഇളക്കിയത് പൊട്ടിപ്പോയി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പായിട്ട് കേട്ടോ, ഞങ്ങൾക്ക് അടുത്ത ട്രിപ്പ് കൊടുക്കും. അപ്പോൾ നമ്മുടെ ബോളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ നമ്മുടെ ലായനിയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണല്ലേ. അപ്പോൾ നമ്മളിത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ, നമ്മളിത് പരിപാടി നമ്മൾ കഴിക്കണതിൻ്റെ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ മുന്നേ മാത്രമാണ് ഇതിൽ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. കുറേ നേരം ഇരുന്നാൽ ഭയങ്കര സോഫ്റ്റ് ആവും. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി ഉണ്ട്. അപ്പോൾ ഞാൻ ജാബർ കഴിച്ചു നോക്കട്ടെ, നോക്കി കേട്ടോ. നമ്മൾ ഷോപ്പിൽ കടകളിൽ നിന്ന് അധിക വില എടുത്ത് മേടിക്കണതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ് സക്സസ് ആയോ എന്താ, പിന്നെ നിങ്ങൾ സ്വയം തൊഴിൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഉള്ളത് നിങ്ങളൊരു കമൻറ്റ് ഇടുക. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം കൂടി അമർത്തുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അപ്പോൾ നമുക്ക് ഇത് കഴിച്ച് നോക്കാം ഇതുവരെ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്ക്.